കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ സൈനിക മേധാവി മുനീർ അമേരിക്കയിൽ വെച്ച് ഇന്ത്യക്ക് നേരെ ആണവ ആയുധ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇന്ത്യൻ തീരത്ത്, അതായത് പാകിസ്ഥാനുമായി ബോർഡർ പങ്കിടുന്ന ഗുജറാത്തിലെ പോർബന്ദർ ഓഖ തീരങ്ങളിൽ ഒരു നാവിക അഭ്യാസം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഓഗസ്റ്റ് 11, 12 തീയതികളിൽ ഈ സൈനിക അഭ്യാസം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിന് സമാനമായ രീതിയിൽ തന്നെ പാകിസ്ഥാനും ഒരു ലൈവ് ഫയറിംഗ് അഭ്യാസങ്ങൾക്ക് വേണ്ടിയിട്ട് നോട്ടാം നൽകിയിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങൾക്കിടയിൽ പതിവുള്ളതാണെങ്കിലും ഈ അടുത്ത കാലങ്ങളിൽ, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ രണ്ട് രാജ്യങ്ങളും വലിയ രീതിയിലുള്ള യുദ്ധസമാനമായ നീക്കങ്ങൾ നടത്തുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഈ പുതിയ നീക്കം ഇരു രാജ്യങ്ങളും നടത്തുന്നത്. അതിനിടയിൽ റഷ്യയിലേക്ക് പോയിരുന്ന ഇന്ത്യയുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്ററായ INS തമാൽ റഷ്യയിൽ നിന്ന് തിരികെ എത്തുകയാണ്. ഇന്ത്യ ഔദ്യോഗികമായി അറിയിക്കുന്നത് തുറമുഖ വിസിറ്റ് കഴിഞ്ഞ് തിരികെ എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ ആ ഒരു നാവിക പട എല്ലാം തന്നെ സജ്ജമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നാവികസേന കൂടുതൽ ബ്രഹ്മോസ് വാങ്ങുന്നു എന്നൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു വലിയ മുന്നൊരുക്കം ഇത് നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും ഇതിന് സമാനമായൊരു മുന്നൊരുക്കം നടന്നിരുന്നു. പാകിസ്ഥാനും ഏതാണ്ട് ആ ഒരു ലൈനിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നതെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അമേരിക്കയിൽ വെച്ച് മുനീർ ഒരു വലിയ ഭീഷണിയൊക്കെ ഇന്ത്യക്കെതിരെ മുഴക്കിയിരിക്കുന്നത്. ഏതായാലും യുദ്ധം ആസന്നമാണ് എന്ന് ഏതു നിമിഷവും ഉണ്ടാകാമെന്ന് നമ്മുടെ കരസേനാ മേധാവി പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.